ആലപ്പുഴ കോർത്തശ്ശേരിയിൽ കുഴിച്ചുമണി നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കൊച്ചി കടമന്ത്ര സ്വദേശിനി സുഭദ്രയുടേത് എന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. ഇത് കൊലപാതകമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ഇപ്പോൾ തുടരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. മനീഷ്, ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏത് തരത്തിലുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? ഉന്മേഷ്, ഏതാണ്ട് ഈ മൃതദേഹം സുഭദ്രയുടേതാണ് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. മറുവശത്ത് പോലീസ് സംഘത്തിൻ്റെ അന്വേഷണം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. കാരണം അവർ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്നാണ് അന്വേഷണ സംഘത്തോട് അറിയിച്ചിരുന്നത്. അന്വേഷണ സംഘം ഇവരോട് ധരിപ്പിച്ചിരുന്നത് ഇത് സംബന്ധിച്ചൊരു കാണാതായ കേസ് സംബന്ധിച്ച് നിങ്ങളെ കാണണമെന്ന ഒരു അഭ്യർത്ഥന പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. ആ രീതിയിൽ ഇത് ഈ കുഴിച്ചിട്ട സ്ഥലമോ അല്ലെങ്കിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞതോ അല്ലെങ്കിൽ ഈ മൃതദേഹം ലഭിച്ചെന്നോ അങ്ങനെ തരത്തിലുള്ള വിവരവും പോലീസ് ധരിപ്പിച്ചിരുന്നില്ല. അല്ലാതെ തന്നെ പ്രതികളെ വലയിലാക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും പ്രതികൾ മുൻകൂട്ടി തന്നെ ഈ പോലീസ് തങ്ങൾക്ക് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഇവർ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ ഫോൺ നമ്പർ അടക്കം പരിശോധിച്ചാൽ നിന്നും മനസ്സിലായിരുന്നു. പക്ഷേ ഇവരിവിടെ എത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിരുന്നില്ല. കാരണം ഇവിടെയുള്ള മാത്യൂസിൻ്റെ ഏതാനും ബന്ധുക്കളോട് ഇന്ന് ഇവിടെ എത്തുമെന്ന കാര്യം പറഞ്ഞിരുന്നു എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ എത്തും എന്നുള്ളൊരു സാധ്യത പോലീസ് പരിഗണിച്ചത്. ഈ കുഴിയിൽ നിന്നും നിലവിലെടുത്തിട്ടുള്ള 3 അടി താഴ്ചയിൽ നിന്നാണ് 73 വയസ്സുള്ള സുഭദ്രയുടേതെന്ന് കരുതപ്പെടുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. വലത്തോട്ട് തിരിഞ്ഞ നിലയിൽ നൈറ്റി ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ 3 അടി താഴ്ചയിൽ കുഴി എടുക്കുന്നതിന് മുൻപ് തന്നെ സുഭദ്രയുടേതെന്ന് കരുതപ്പെടുന്ന വസ്ത്രത്തിൻ്റെ സാധന സാമഗ്രികൾ കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം ഏറ്റവും വിദഗ്ധമായി ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ കൊലപാതകത്തിൽ നിലവിൽ ഒളിവിലെന്ന് കരുതപ്പെടുന്ന ഈ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ഈ 2 പേരല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അന്ന് 4-ാം തീയതി ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന മറ്റ് 4 പേരെ സംബന്ധിച്ച് അവരെ കൂടി പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ശരി, ഏതായാലും അത്തരം മൊഴികൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.